ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 സുവോളജി 5ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലാണ്. ആനിമൽ കിങ്ഡം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സോ നമ്മളതിനകത്ത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ചില സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിസ്സിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ടാണ് ഓരോ ആനിമൽസിനും കാറ്റഗറൈസ് നമ്മൾ ചെയ്യുന്നത്. അത് ബോഡി സിമെട്രി ആവാം, സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് ആവാം, സീലമിൻ്റെ നേച്ചർ ആവാം, ഡൈജഷൻ്റെ പാറ്റേൺ, അതുപോലെ തന്നെ സർക്കുലേറ്ററി ആൻഡ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റമിൻ്റെ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ലെവൽ, സെല്ലുലാറാണോ അതോ ടിഷ്യൂ ലെവലിലാണോ ഓർഗൻ ലെവലിലാണോ അങ്ങനെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബോഡി പാറ്റേൺ, ബോഡി സിമെട്രി, അതുപോലെ തന്നെ സീലം. ഈ 4 കാറ്റഗറീസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതിന് ഓരോന്നും ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. ആദ്യത്തെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ 4 ടൈപ്പിലാണുള്ളത്. ഒന്നാമത്തെ സെല്ലുലാർ ഗ്രേഡ്. In cellular grade of organization, cells loosely arranged and coordination is absent. ലൂസ്ലി പാക്ഡ് സെൽസ് ആണ് നമുക്ക് സെല്ലുലാർ ഗ്രേഡിൽ കാണാൻ സാധിക്കുക. അതായത് ടൈറ്റ്ലി പാക്ഡ് അല്ല, വളരെ ലൂസായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള സെല്ലാണ് നമുക്ക് സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോർഡിനേഷൻ ആബ്സെൻ്റ് ആയിരിക്കും. രണ്ടാമത്തത് ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷൻ. ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷനിൽ സെൽസ് ആർ അഗ്രിഗേറ്റ് ടു ഫോം ടിഷ്യൂസ്. ഈ സെൽസ് എല്ലാം ഒരുമിച്ചിട്ടാണ് ടിഷ്യൂസ് ഫോം ആവുന്നത്. അതുകൊണ്ട് തന്നെ സെൽസിൻ്റെ ഇടയിൽ നല്ല അറേഞ്ച്മെൻറ്റും കോർഡിനേഷനും ഉണ്ടാവും. ആ അറേഞ്ച്മെൻറ്റും കോർഡിനേഷനും കാരണമാണ് നമുക്ക് ടിഷ്യൂസ് ഫോം ആവുന്നത്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കുറച്ചും കൂടി അഗ്രിഗേറ്റ് ആയിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള സെൽസാണ് കാണാൻ സാധിക്കുക. ഓർഗൻ ഗ്രേഡാണ് അടുത്തത്. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ കണ്ടു സെൽസ് ഗ്രൂപ്പ് ആകുമ്പോഴാണ് ടിഷ്യൂസ് ഫോം ആവുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂസ് ഗ്രൂപ്പ് ആകുമ്പോഴാണ് നമുക്ക് ഓർഗൻസ് ഫോം ആവുന്നത്. ഓരോ ഓർഗൻസും ഓരോ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ആയിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഓർഗൻ സിസ്റ്റം ഗ്രേഡാണ്. Organ systems in different groups of animal exhibit various patterns of complexities. ഓരോ ആനിമലിനും ഓർഗൻ സിസ്റ്റം ഗ്രേഡിൻ്റെ കോംപ്ലക്സിറ്റി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ഫോം ആവുന്നത് ഓർഗൻസ് ഗ്രൂപ്പ് ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെൽസ് ഒരുമിച്ച് കൂടുമ്പോൾ ടിഷ്യൂ ആവും, ടിഷ്യൂ ഒരുമിച്ച് കൂടുമ്പോൾ ഓർഗൻസ് ആവും, ഓർഗൻസ് ഒരുമിച്ച് കൂടുമ്പോൾ ഓർഗൻ സിസ്റ്റം ആവും. നമുക്കവിടെ ഡിവിഷൻ ഓഫ് ലേബറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബോഡി പാറ്റേൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആനിമൽസ് ജനറലി പൊസസ് 3 ബോഡി പാറ്റേൺസ്. പ്രധാനമായിട്ടും 3 ബോഡി പാറ്റേൺസ് ആണ് ആനിമൽസ് പൊസസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ സെൽ അഗ്രിഗേറ്റ് പ്ലാൻ. In cell aggregate plan, cells are aggregated together but tissues are not formed. Division of labor among cells are present. Cell aggregate planil സെൽസ് എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ടിഷ്യൂസ് ഫോം ആവുന്നില്ല. അവിടെ നമുക്ക് സെൽസിൽ ഉള്ള ഡിവിഷൻ ഓഫ് ലേബറാണ് കാണാൻ സാധിക്കുക. ഇതാണ് സെൽ അഗ്രിഗേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സെൽസ് ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് ഗ്രൂപ്പ് ആവുന്നുണ്ടെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് അവരുടെ ഇടയിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എങ്കിലും ടിഷ്യൂസ് ഫോം ആവുന്നില്ല. അതിനെയാണ് നമ്മൾ സെൽ അഗ്രിഗേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്പഞ്ചസിൽ നമുക്ക് സെൽ അഗ്രിഗേറ്റ് പ്ലാനാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്തത് ബ്ലൈൻഡ് സാക്ക് പ്ലാൻ. ഇൻ ബ്ലൈൻഡ് സാക്ക് പ്ലാൻ, ബോഡി ഈസ് ഇൻ ദ ഫോം ഓഫ് എ സാക്ക്, ദാറ്റ് ഈസ് എ സെൻട്രൽ കാവിറ്റി ആൻഡ് ആൻ എക്സ്റ്റേർണൽ ഓപ്പണിംഗ്. ഇറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ സെൽ അഗ്രിഗേറ്റ് പ്ലാൻ. ഇതുപോലെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാക്കിൻ്റെ ഷേപ്പിലുള്ള ഒരു സെൻട്രൽ കാവിറ്റിയും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേർണൽ ഓപ്പണിങ്ങും ആ ഒരു ഷേപ്പിലുള്ള ഒരു ഫാക്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ സെൽ അഗ്രിഗേറ്റ് പ്ലാനിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ബ്ലൈൻഡ് സാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ഹൈഡ്രയിലൊക്കെ ഈ ബ്ലൈൻഡ് സാക്ക് പ്ലാനാണ് കാണാൻ സാധിക്കുക. ഒരു സെൻട്രൽ കാവിറ്റി ആൻഡ് ആൻ എക്സ്റ്റേർണൽ ഓപ്പണിംഗ് ഉണ്ടാവും. ഇതൊരു സാക്ക് ഫോർമേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇനി ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ.
ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ ആണ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, തേർഡ് ബോഡി പാറ്റേൺ എന്ന് പറയുന്നത്. ഇൻ ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ ബോഡി ഇസ് ഇൻ ദ ഫോം ഓഫ് 2 ട്യൂബ്സ്, 2 ട്യൂബ്സിൻ്റെ ഫോർമേഷനിലായിരിക്കും ബോഡി ഉണ്ടാവുക. ഒന്ന് ഔട്ടർ ബോഡി വാള്, രണ്ടാമത്തത് ഇന്നർ എലമെൻ്ററി കനാൽ ഓർ ഗട്ട്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പാത്തിനെയാണ് നമ്മൾ എലമെൻ്ററി കനാൽ ഗട്ട് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ രണ്ടായിട്ട് ഔട്ടർ ബോഡി വാളും ഇന്നർ എലമെൻ്ററി കനാൽ ഓർ ഗട്ട് എന്നുള്ള 2 ട്യൂബ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഹ്യൂമൻ ബോഡിയിൽ കാണാൻ സാധിക്കുന്ന ബോഡി പാറ്റേൺ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ജേം ലെയർ. ജേം ലെയർ നമുക്ക് 3 പ്രൈമറി സെൽ ലെയേഴ്സ് ആണുള്ളത്, ഫോംഡ് ഇൻ ദ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രൈമറി സെൽ ലെയേഴ്സിനെയാണ് ഇവിടെ പറയുന്നത്. 3 എണ്ണമാണ് ഉണ്ടാവുക. എൻഡോഡേം ഇന്നർ ലെയർ ആണത്, എക്ടോഡേം ഔട്ടർ ലെയർ, പിന്നെ മീസോഡേം മിഡിൽ ലെയർ. ഇങ്ങനെ 3 ലെയറാണ് ഉണ്ടാവുക ഇൻ ഏർലിയസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയുള്ള ജേം ലെയേഴ്സിൻ്റെ പ്രസൻസ്, ബോഡിയിലുള്ള ജേം ലെയേഴ്സിൻ്റെ നമ്പർ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ 2 എണ്ണമാണുള്ളത്. ഒന്ന് ഡിപ്ലോബ്ലാസ്റ്റിക്കും രണ്ടാമത്തത് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. അങ്ങനെ 2 ഡിവിഷൻസ് ആണ് നമുക്ക് ജേം ലെയേഴ്സിൻ്റെ നമ്പർ, അതിൻ്റെ പ്രസൻസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് നമുക്ക് ഡൈ എന്ന് പറയുമ്പോൾ തന്നെ 2 എന്നാണ് അർത്ഥം. അപ്പോൾ 2 ജേം ലെയേഴ്സാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസിൽ കാണാൻ സാധിക്കുക. ഒന്ന് എക്ടോഡേമും ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും. അങ്ങനെയുള്ള 2 ജേം ലെയേഴ്സിനുള്ള ഓർഗാനിസംസിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നാണ് പറയുക. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് നോക്കുകയാണെങ്കിൽ 3 ജേം ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. അങ്ങനെ 3 ജേം ലെയേഴ്സ് ഉള്ളതിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നും പറയും. അപ്പോൾ ഇതാണ് നമുക്ക് ബോഡി പാറ്റേണിൽ പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി സിമെട്രി. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്സ് ഇൻ ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം ടു ഗിവ് ഡെഫിനിറ്റ് ഫോം ആൻഡ് സ്ട്രക്ചർ ഇസ് കോൾഡ് സിമെട്രി. നമുക്കറിയാം ബോഡി ഒരു ഓർഗാനിസമിൻ്റെ ബോഡിയുടെ അറേഞ്ച്മെൻ്റ് ആണ്, ഒരു ഡെഫിനിറ്റ് ഫോമും സ്ട്രക്ചറും കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുക. 3 ടൈപ്സ് ഓഫ് സിമെട്രി ആണുള്ളത്. ഒന്ന് അസിമെട്രി, രണ്ടാമത്തേത് റേഡിയൽ സിമെട്രി, മൂന്നാമത്തേത് ബൈലാറ്ററൽ സിമെട്രി. ഇതിനകത്ത് അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയിനിലും ഏത് രീതിയിൽ നമ്മൾ കട്ട് ചെയ്താലും ഒരു രീതിയിലും ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ അസിമെട്രിക്കൽ ഓർഗാനിസംസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ സ്പോഞ്ചില്ല നമ്മൾ ഏത് ഡയറക്ഷനിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒരിക്കലും കിട്ടില്ല. രണ്ടാമത്തത് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആക്സിസ്, ബോഡിയുടെ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും എന്നാണ് റേഡിയൽ സിമെട്രിയുടെ അർത്ഥം. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർ ഫിഷിൻ്റെ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിൽ ഏത് ഡയറക്ഷനിൽ കട്ട് ചെയ്താലും, പക്ഷേ സെൻട്രൽ ആക്സിസിലൂടെ ആയിരിക്കണം ആ ഒരു കട്ട് പോകുന്നത്. അത് ഏത് രീതിയിൽ നമ്മൾ കട്ട് ചെയ്താലും വിൽ ഗെറ്റ് 2 ഐഡൻറ്റിക്കൽ, ഒരേപോലത്തെ 2 ഹാഫ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലുള്ള ഓർഗാനിസംസിനെ ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്, ആ ഒരു സിമെട്രിയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. അടുത്തത് ബൈലാറ്ററൽ സിമെട്രി. ഒരു ഓർഗാനിസമിൻ്റെ ബോഡീനെ ഒരു പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് ലഭിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ഒരേ ഒരു പ്ലെയിനിൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്താൽ എക്സാക്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടുകയുള്ളൂ. വേറെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഹാഫ്സ് കിട്ടില്ല. ഓൺലി ഇൻ 1 ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, നമ്മളെ ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 ഈക്വൽ ഐഡൻറ്റിക്കൽ പാർട്സ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ക്രാബ്, അതുപോലുള്ള ഓർഗാനിസംസിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് 3 എണ്ണമാണുള്ളത്. ഒന്ന് അസിമെട്രി, ഏത് രീതിയിലും കട്ട് ചെയ്താലും ഹാഫ് വരില്ല. റേഡിയൽ സിമെട്രി, ഏത് പ്ലെയിനിലൂടെ സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്താലും ഐഡൻറ്റിക്കൽ ഹാഫ്സ് കിട്ടും. ബൈലാറ്ററൽ സിമെട്രി, ഒരു പ്ലെയിനിലൂടെ മാത്രം 1 പ്ലെയിൻ കട്ട് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് കിട്ടും. അങ്ങനെയുള്ള ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ബോഡി സിമെട്രിയിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീലം.
A cavity or space between the alimentary canal and the body wall is called a coelom. നമ്മുടെ alimentary canal അല്ലെങ്കിൽ ഗട്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് പാത്ത്, ആ ഒരു alimentary canalൻ്റെയും നമ്മുടെ ബോഡി വാളിൻ്റെയും തമ്മിലുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സീലമിൻ്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് എന്ന രീതിയിൽ നമ്മൾ 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഓർഗാനിസംസിനെ തരംതിരിച്ചിട്ടുള്ളത്. അസീലോമീറ്റ്സ്, സ്യൂഡോസീലോമീറ്റ്സ് ആൻഡ് സീലോമീറ്റ്സ്. ഇങ്ങനെ 3 കാറ്റഗറീസാണ് നമുക്ക് ഉള്ളത്. ഇതിൽ തന്നെ അസീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോഡി ക്യാവിറ്റി, അലിമെൻ്ററി കനാലും ബോഡി വോളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ബോഡി ക്യാവിറ്റി ആബ്സെൻ്റ് ആയിട്ടുള്ള, ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ അസീലോമേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിനൊന്നും നമുക്ക് ആ ഒരു ബോഡി ക്യാവിറ്റി കാണാൻ സാധിക്കില്ല. ഇനി സ്യൂഡോസീലമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് സാധാരണ ഓൾ ഓർഗാനിസംസിൽ സീലം ഡെവലപ്പ് ആവുന്നത് ഫ്രം മീസോഡേം ആണ്, എക്സെപ്റ്റ് ഇൻ റൗണ്ട് വർംസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കോൾഡ് സ്യൂഡോസീലം. ആൻഡ് ആ ഒരു ക്യാരക്ടർ പ്രൊസസ് ചെയ്യുന്ന എല്ലാ ആനിമൽസിനെയും നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾ ആസ്ഹെൽമിന്തസ്. ആ ഒരു ഓർഗാനിസംസിൽ പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ഓർഗാനിസംസും നമുക്ക് സ്യൂഡോസീലോമേറ്റ്സ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി വരുന്നത് യൂസീലം. യൂസീലം എന്ന് പറഞ്ഞാൽ ട്രൂ സീലം എന്നാണ് അർത്ഥം. സീലം പ്രസൻ്റ് ആയിട്ടുള്ള, ആ ഒരു ബോഡി ക്യാവിറ്റി പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ സീലോമേറ്റ്സ് എന്ന് വിളിക്കും. അത് യൂസീലമാണ്, ദാറ്റ് ഇസ് ട്രൂ സീലം ആണ്. അപ്പോൾ അതാണ് നമുക്ക് സീലമിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി സെഗ്മെൻറ്റേഷൻ. ചില ആനിമൽസിൽ എക്സ്റ്റേർണലി അല്ലെങ്കിൽ ഇൻറ്റേർണലി റിപ്പീറ്റഡ് റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് റൗണ്ട് ഇങ്ങനെ റിങ്ങിൻ്റെ ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ടായിരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ളത്, എക്സ്റ്റേർണലി അല്ലെങ്കിൽ ഇൻറ്റേർണലി. അങ്ങനെ വരുന്ന ആ റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള മെറ്റാമിയേഴ്സ് കൊണ്ട് ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമിയറിസം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് സെഗ്മെൻറ്റേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നിട്ടുള്ള പോലത്തെ തന്നെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെയുള്ള അസൈൻമെൻ്റ് ആണ്. ക്ലോസ്ലി ഒബ്സർവ് യുവർ നേച്ചർ ആൻഡ് ലിസ്റ്റ് ഔട്ട് 50 animals in and around you and try to find out its local and zoological names. നമ്മുടെ ചുറ്റുമുള്ള 50 ആനിമൽസിന് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോക്കൽ അതുപോലെ തന്നെ സുവോളജിക്കൽ നെയിംസ് കണ്ടുപിടിക്കുക. ഞാനിവിടെ കുറച്ച് ആനിമൽസിൻ്റെ നെയിംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പീജിയൻ, ഇന്ത്യൻ കോബ്ര, കിങ് കോബ്ര, സീ സ്നേക്ക്, ഇന്ത്യൻ പൈത്തോൺ, റാറ്റ് സ്നേക്ക്, leopard or panther, Kashmir stag, peacock, Siberian crane, fox, rhinoceros, tiger, crocodile, gharial, horse, zebra, buffalo, wild boar, Arabian camel, giraffe, housewall lizard, hippopotamus, dog, cat, cheetah, black rat, house mouse, rabbit, great horned owl, house sparrow, house crow, common myna, Indian parrot, bulbul, കോയൽ. അങ്ങനെ ഇത്ര ആനിമൽസിൻ്റെ പേരാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആനിമൽസിൻ്റെ പേരും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഫൈൻഡ് ദെയർ സുവോളജിക്കൽ നെയിം ആൻഡ് ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.